വാർത്തകൾ വിശദമായി നോക്കാം. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം കൈ നഷ്ടമായ 9 വയസ്സുകാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സ പൂർത്തിയാക്കി വീട്ടിൽ തിരികെ എത്തി. 1.5 മാസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് പാലക്കാട്ടേക്ക് എത്തിയത്. കുഞ്ഞിന് കൃത്രിമ കൈവച്ച് നൽകുന്നതുൾപ്പെടെ തുടർ ചികിത്സയും വിദ്യാഭ്യാസവും സർക്കാർ ഏറ്റെടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവം നമ്മൾ ജനം TV റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ വലിയ കോളിളക്കമാണ് ആ സംഭവം സൃഷ്ടിച്ചത്. ഏതായാലും ആ കുഞ്ഞ് വലിയ വേദനകൾ അനുഭവിച്ചു, ആ കുടുംബം വലിയ വേദനകൾ അനുഭവിച്ചു. 1.5 മാസത്തോളം അവർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയേണ്ടി വന്നു. ഇപ്പോൾ ചികിത്സ പൂർത്തിയാക്കി മോള് വിനോദിനി എന്ന 9 വയസ്സുകാരി മോൾ അവർ തിരിച്ച് പാലക്കാട്ടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വടകരപ്പതി ഭാഗത്താണ് അവരുടെ വീട് ഉള്ളത്. എപ്പോഴാണ് എത്തിയത്? എന്താണ്? ഞങ്ങൾ ഇന്നലെ 11 മണി ഇവിടെ എത്തുമ്പോൾ നമ്മൾ പിന്നെ അപ്പുറത്തെ വീട്ടിലാണ് കൊണ്ടാക്കിയിട്ടാണ് പിന്നെ ഇവിടെ വന്ന് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഇരുന്നത്. എങ്ങനെയുണ്ട് മോൾക്ക്? അപ്പം മോൾക്ക് കുഴപ്പമൊന്നുമില്ല. അവൾക്ക് എന്താണ് പറഞ്ഞാൽ ആളുകളോട് ഇത്തിരി ഇത് സംസാരിക്കാനും പെരുമാറാനൊക്കെ ഭയങ്കര ഇതാണ്. ഈ നമ്മൾ വാർത്ത കൊടുത്തതിന് പിന്നാലെ ആരോഗ്യമന്ത്രി മറ്റുമൊക്കെ ഇടപെടുകയുണ്ടായി. പിന്നീട് അവർ പറഞ്ഞു കുറേ കാര്യങ്ങൾ ചെയ്യാമെന്ന്. പിന്നീട് അതൊന്നും ഇല്ലാത്ത അവസ്ഥ വന്നു. പിന്നെയും നമ്മൾ വീണ്ടും വാർത്ത കൊടുത്തു. അപ്പോൾ ഒരു 2 ലക്ഷം രൂപ സർക്കാർ ധനസഹായം നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നിലവിൽ ആ ഒരു 2 ലക്ഷം രൂപ മാത്രം മതി. നിങ്ങളുടെ ഇപ്പോൾ വീട് നമുക്ക് കാണുമ്പോൾ ഒരു വാടക വീടാണെന്ന് മനസ്സിലാക്കണം. പക്ഷേ ഷീറ്റ് ഇട്ടിട്ടുള്ള ചെറിയൊരു കുരിയിലാണ് താമസിക്കുന്നത്. കുഞ്ഞിന് കൂടുതൽ തുടർ ചികിത്സ ആവശ്യമുണ്ട്. അപ്പോൾ അല്ലേ, എന്താണ് നിങ്ങളുടെ ഇനിയുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങൾക്ക് ആശുപത്രിയിൽ നിന്ന് ഉൾപ്പെടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ നമുക്ക് ഇനി 14 ദിവസം കഴിഞ്ഞോ 2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് പോകണം. ഇനി ഹോസ്പിറ്റലിൽ കോഴിക്കോടും പോകണം. പിന്നെ അവളുടെ കയ്യിൻ്റെ കാര്യത്തിന് അന്വേഷിക്കാൻ അപ്പുറത്ത് PMR വന്നിട്ടുണ്ട്. അവിടേക്കും പോയിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് ഇനി കയ്യിൻ്റെ കാര്യമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനുള്ള ചിലവ് നമുക്ക് തരികയും വേണമല്ലോ. പക്ഷേ 2 ലക്ഷം രൂപ നമുക്കൊന്നും മതിയായിട്ടില്ല. അപ്പോൾ കൂടുതലൊന്നും വേണം തന്നെ നമ്മൾ പറയാൻ പറ്റുള്ളൂ. എത്രയെന്നൊന്നും നമ്മൾ തുക പറയാൻ പറ്റില്ല. അത് അവർ അറിഞ്ഞ് തരിക തന്നെ വേണം. കാരണം ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പറ്റിയ പിഴവല്ലല്ലോ, ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ പിഴവാണ്. അപ്പോൾ നമുക്ക് അവരായിട്ട് തന്നെ നമുക്ക് തരിക തന്നെ വേണം. അറിഞ്ഞ് തരേണ്ടതാണ്. ഇത് നമ്മൾ ചോദിച്ച് വാങ്ങേണ്ട കാര്യമില്ല. പക്ഷെ അവരത് അറിഞ്ഞ് തരണം നമുക്ക്. ഇപ്പോൾ പോയത് എൻ്റെ മോൾക്ക് പോയി ഇനി കൈ കിട്ടാൻ പോകില്ല. കാരണം അവരിത്തിരി നന്നായി നോക്കിയതാണെങ്കിൽ എൻ്റെ മോളുടെ കൈ പോയില്ലല്ലോ. പക്ഷെ അവർ നോക്കേണ്ടത് രീതി നോക്കിയില്ല. ഞങ്ങളെ പോയി കാണിച്ചു. അവർ ഞങ്ങളെ അയച്ചു വിട്ടു. അഡ്മിറ്റ് പോലും ഞങ്ങൾ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പൾസൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കയ്യിൽ അനക്കും ഒന്നും നോക്കിയില്ല. അവർ ഞങ്ങളെ പോയി കാണിച്ചു. പിറ്റേ ദിവസം വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈ വേദനയ്ക്കുണ്ട് പറഞ്ഞപ്പോൾ അവർ കുഴപ്പമില്ല, അതൊക്കെ ഉണ്ടാവുന്നതാണ്, വേദനയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അയച്ചു വിട്ടിട്ട് പിന്നെ 5 ദിവസത്തേക്ക് മരുന്ന് തന്നു. 5 ദിവസം ആകുമ്പോഴേക്ക് പഴുപ്പ് കയറി കൈ പോകുമ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് കൈ നമുക്ക് കിട്ടും പറഞ്ഞിട്ടാണ് ഞങ്ങളെ കോഴിക്കോട്ടേക്ക് അയച്ചു വിട്ടത്, പാലക്കാട്ടിലെ ഹോസ്പിറ്റലിൽ അവർ. പിന്നെ നമ്മൾ അവിടെ പോകുമ്പോഴാണ് അറിഞ്ഞത് കൈ നമുക്ക് കിട്ടില്ല, നമുക്ക് ശ്രമിച്ചു നോക്കാമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് നമുക്ക് സർജറിയൊക്കെ ചെയ്യേണ്ട വന്നു. 5 സർജറി ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എൻ്റെ മോൾക്ക്. ഒരു കൃത്രിമ കൈ വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി ആവശ്യമാണ് നമുക്ക്. ഇനി എന്തായാലും കൃത്രിമ കൈ വയ്ക്കുന്നതിന് നമുക്ക് ഇനി പൈസ എത്രയാവുന്നൊന്നും നമുക്കറിയില്ല. ഞാൻ ഈ കൈയിൻ്റെ കാര്യം നമുക്കറിയില്ല. ഇനി എങ്ങനത്തെ കൈയാണെന്നും നമുക്കറിയില്ല. അപ്പോൾ നല്ലൊരു കൈ തന്നെ എൻ്റെ മോൾക്ക് വേണം നമുക്ക്. കുട്ടിയുടെ വിദ്യാഭ്യാസം മുഴുവൻ ഏറ്റെടുക്കാന്നൊക്കെ നേരത്തെ പറഞ്ഞു. വിദ്യാഭ്യാസം, ഇനി അവളുടെ ചെലവിന്റെ കാര്യം, കയ്യിന്റെ കാര്യം എല്ലാം നമുക്ക് ഗവൺമെന്റ് തന്നെ ഏറ്റെടുക്കണം എന്ന് നമ്മ പറയണത്. സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കും. നമ്മളിപ്പോൾ വാടക വീട്ടിലിരിക്കണം. വാടക കൊടുത്തിട്ട് തന്നെ നമുക്ക് ഇരിക്കണം. വെള്ളത്തിന്റെ പറയുന്ന പോലെ എല്ലാ വാടക, നമുക്ക് കറണ്ട് ബില്ല് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ചെലവുണ്ട്. ഇനി ഇവളുടെ ഒരു ചെലവുണ്ട്. എൻ്റെ മകൻ്റെ സ്കൂളിപ്പോൾ 1 മാസമായിട്ട് പോയി. ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് ഇപ്പോൾ 1.5 മാസമായിട്ട് പോയിരിക്കുന്നു. പിന്നെ ഇവളുടെ സ്കൂൾ പോയിരിക്കുകയാണ്. എല്ലാം കൂടി നമുക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിലിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ. നമ്മളെ എങ്ങനെയുണ്ട്? സ്കൂളിലേക്ക് പോണ്ടേ? ടീച്ചറേയും കൂട്ടുകാരെയൊക്കെ കാണണ്ടേ? മോളെ കൂടുതൽ ചോദിച്ച് നമ്മൾ വിഷമിപ്പിക്കുന്നില്ല. ആ ഇവരുടെ വീട് നമുക്ക് കാണാം. ഒരു ഷീറ്റ് കൊണ്ട് മേഞ്ഞിട്ടുള്ള വളരെ ഒരു ചെറിയ കൂര എന്ന് പറയാം. അത്രയും ബുദ്ധിമുട്ടുന്ന, ഇവിടെ വാടകയ്ക്കാണ് അവർ താമസിക്കുന്നത്. സ്വന്തമായിട്ട് ഭൂമി പോലും ഇല്ല ഈ കുടുംബത്തിന് എന്നുള്ളതാണ്. ഇവിടെയാണെങ്കിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഈ വാർത്ത നമ്മളെ ആദ്യം ജനം TV വിളിച്ച് അറിയിച്ച BJPയുടെ നെന്മാറ മണ്ഡലം പ്രസിഡന്റ് നിർമ്മൽ കുമാർ കൂടെ ചേരുന്നുണ്ട്. നമ്മൾ വാർത്തകൾ നൽകി, നമ്മൾ ജനം TVയുടെ വാർത്ത പിന്നീട് മറ്റുള്ള മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്തു. അത് വലിയ ചർച്ചയായി. ഡോക്ടർമാർക്കെതിരെ ഒരു സസ്പെൻഷൻ നടപടി ഉണ്ടായി. ഇവർക്കിപ്പോൾ 2 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിലുപരി കൂടുതൽ നടപടികൾ ഇതിന് ഇനിയും വേണം എന്നുള്ളതല്ലേ. കാരണം കൃത്രിമ കൈ വെച്ചു കൊടുക്കുന്നതായാലും കുട്ടിയുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുന്നതായാലും ഇവരുടെ വീടൊക്കെ ഇത്രയും ദയനീയമായ അവസ്ഥയിലാണ്. തീർച്ചയായിട്ടും. കാരണം
നമ്മളിത് ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ DMO ആയിട്ട് കോണ്ടാക്ട് ചെയ്തു. വ്യക്തമായ മറുപടി തരുന്നില്ല. അവരതിനൊക്കെ ലഘൂകരിച്ച് കാണിച്ചിട്ടുണ്ട്. നമുക്കത് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടായത് വെച്ചാൽ അവരുടെ ഭാഗത്തുണ്ടായ പിഴവ് ഒരു കൊച്ചിൻ്റെ കൈ നഷ്ടപ്പെടാനിടയായി. അതിനവർ ന്യായീകരണങ്ങൾ കണ്ടെത്തുകയാണ് ആദ്യം ചെയ്ത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവരിനെ കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ ഇവർക്കും വ്യക്തമായ ഒരു അറിവില്ല. തീർച്ചയായിട്ടും ഈ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇവരിനെ പറ്റിക്കപ്പെടുകയും ചെയ്ത്. കാരണം ഇത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ മെഡിക്കൽ കോളേജ് കോഴിക്കോട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവും എന്ന് പറഞ്ഞ് അയച്ചു വിട്ടു. ആ ഒരു വിശ്വാസത്തിലാണ് ഇവർ കോഴിക്കോട് എത്തുന്നത്. കോഴിക്കോട് എത്തുമ്പോഴാണ് ഡോക്ടർമാർ പറയണത് കൈ മുറിച്ച് മാറ്റിയതല്ല, അത് ഒരു വഴിയില്ലെന്ന്. അപ്പോഴാണ് ഇവരുടെ കുടുംബം തന്നെ എന്ത് ചെയ്യണമെന്നൊരു അറിയാത്തൊരവസ്ഥയിലെത്തുമ്പോഴാണ് അടുത്ത വീട്ടിലെ ആളുകൾക്ക് ഫോൺ ചെയ്യണു. അപ്പോഴാണ് നമ്മൾ ഈ വിഷയം അറിഞ്ഞത് DMOനെ കോണ്ടാക്ട് ചെയ്തു. കൃത്യമായ മറുപടി കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ജനം TV ആയിട്ട് അരുണാലത്തൂരായിട്ട് ബന്ധപ്പെടുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഇത് വാർത്തയാക്കുന്നു. അതിൻ്റെ പുറകിലാണ് അതായത് ഇപ്പോൾ സർക്കാർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ കണ്ണീർ പൊടിയിടുക എന്നുള്ളൊരു അവസ്ഥയാണ്. താൽക്കാലികമായിട്ട് ഡോക്ടർമാർക്ക് സസ്പെൻഷൻ കൊടുക്കുന്നു. ഈ പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കുന്നില്ല. ഈ കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവ് ഇനി ബാക്കിയുള്ള, കാരണം ഇപ്പോൾ നിങ്ങൾക്ക് വാർത്ത കൊടുത്തപ്പോൾ തന്നെ അറിയാം ഇവരുടെ അവസ്ഥ വളരെ ശോചനീയമായി. ആ അവസ്ഥയിൽ നിന്ന് ഈ കുടുംബം 1.5 മാസമായിട്ട് പണിക്ക് പോകാൻ കഴിയില്ല. ഇവിടെ പല കാര്യങ്ങളുണ്ടല്ലോ, സാമ്പത്തികമായിട്ടുള്ള പല ഇന്ന് ജീവിക്കുക എന്ന് പറയുമ്പോൾ ലോണും സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ മുടങ്ങിക്കിടക്കണു. ഇപ്പം ഇങ്ങനെ ഒരു ന്യൂസ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും പിന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ അറിവ്. അല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പല ആളുകളും ബാങ്ക് ആയിക്കോട്ടെ പിന്നെ നേരിട്ട് വന്നുള്ള ലോണും അങ്ങനെയുള്ളതുണ്ടെങ്കിൽ ജപ്തി നടപടി വരെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെട്ട് ഇവർക്ക് പറഞ്ഞൊന്ന് ഈ കുട്ടിയുടെ ചികിത്സ, തുടർ ചികിത്സയ്ക്കുള്ള സാമ്പത്തികം, ഇപ്പോൾ 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ ഇപ്പോൾ ഈ ഒരു 2 മാസത്തിൽ മറ്റുള്ള എക്സ്പെൻസൊക്കെ ആയിട്ട് ഇവരുടെ വാടക, വെള്ളക്കരം, കറണ്ട് ബില്ല് അങ്ങനെയുള്ള ഇതൊക്കെ ഈ 2 മാസം ഇവർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് പിന്നെ ഒരു 1.5 മാസത്തോളം ഇവർ ഹോസ്പിറ്റലിൽ, മറ്റേ കുട്ടീൻ്റെ പഠിപ്പ് മുടങ്ങിപ്പോയി. ഈ കുട്ടിക്ക് ഇനി പുറത്തിറങ്ങും. ആ കുട്ടീൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് സംസാരിക്കാൻ പോലും തയ്യാറാവാത്തൊരു അവസ്ഥയിലാണ്. കാരണം അത്ര ആക്റ്റീവായിരുന്നു ഈ കുട്ടി. നമ്മളിപ്പോൾ ആ സ്കൂളിൽ കഴിഞ്ഞ ഓണത്തിന് കുട്ടിയുടെ ഡാൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സ്കൂളിൽ നല്ല ആക്റ്റീവായിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ആ കുട്ടീനെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നും. മാനസികമായിട്ട് ആ കുട്ടി തളർന്നു നിൽക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് അടിയന്തരമായിട്ട് ഇടപെട്ടുകൊണ്ട് പറഞ്ഞ ഈ കുട്ടിക്ക് വേണ്ട ചികിത്സാ സഹായം തുടർന്നും അതിനുള്ള കോമ്പൻസേഷൻ, നല്ലൊരു കോമ്പൻസേഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം. ഇനി എന്തൊക്കെ തന്നെ നമ്മൾ ഇതിന് കോമ്പൻസേഷൻ കൊടുത്താലും കൈ തിരിച്ചുവിട്ട് വെച്ച് കിട്ടില്ല. പക്ഷെ അതിന് ഗവൺമെൻറ്റാണ് തീർത്തും ഉത്തരവാദി. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഡോക്ടർമാരുടെ അടുത്ത് ഈ നഷ്ടപരിഹാരം ഈടാക്കണം. ഗവൺമെൻറ് കൊടുത്തിട്ട് ഇതുമായി ബന്ധപ്പെട്ട DMO, ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകളുടെ അടുത്ത് ഗവൺമെൻറ് കൊടുക്കുന്ന നഷ്ടപരിഹാരം നല്ലൊരു കോമ്പൻസേഷൻ ഈ കുട്ടിക്ക് കൊടുക്കണം. അതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ കുട്ടിക്ക് നഷ്ടപരിഹാരം കിട്ടുന്നത് വരെയും ആ കുട്ടിക്ക് ജോലി, വിദ്യാഭ്യാസം ഇതെല്ലാം ഗവൺമെൻറ് ഏറ്റെടുക്കണം. അതുവരെയും ഭാരതീയ ജനതാ പാർട്ടി ഇതിൻ്റെ പുറകിൽ നിന്ന് പോരാടുന്നത് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുതന്നെയാണ്. ഏതായാലും ഈ കുഞ്ഞിൻ്റെ തുടർ വിദ്യാഭ്യാസമായാലും അവരുടെ സാമ്പത്തിക കാര്യങ്ങളായാലും കൃത്രിമ കൈ വെച്ച് നൽകുന്ന ഉൾപ്പെടെയുള്ള ചികിത്സാ കാര്യങ്ങളായാലും ഒക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ നടപടികൾ ഉണ്ടാവണം എന്നുള്ള ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും ഉള്ളത്. നമുക്കും സർക്കാരിനോട് പറയാനുള്ളത് അത് മാത്രമാണ്. ഈ 2 ലക്ഷം രൂപ എന്നുള്ളത് പര്യാപ്തമല്ല. കൂടുതൽ തുക അനുവദിക്കുകയും മറ്റ് നടപടികൾ സ്വീകരിക്കുകയും വേണം എന്നുള്ളത് തന്നെയാണ്.